ഞാനിപ്പോൾ നിൽക്കുന്നത് പോൾ ദ സിക്സ്ത് ഹോളിന്റെ മുമ്പിലാണ്. തൊട്ടു പുറകിലായി പോൾ ദ സിക്സ്ത് ഹോളിൽ ഏകദേശം 6000-ലധികം ജനങ്ങളാണ് ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നവീകരണ പ്രസ്ഥാനത്തിന്റെ 47ാമത് കോൺവൊക്കേഷനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജീവിതത്തിന്റെ ആഘോഷങ്ങളുടെ ദിവസങ്ങൾ തന്നെയാണ് ഇന്നും നാളെയും ഇവിടെ നടക്കുക. 47ാമത്തെ കോൺവൊക്കേഷനാണ് റെനോവമെന്റ് സ്പിരിറ്റോ സാന്റോ എന്ന നവീകരണ പ്രസ്ഥാനത്തിന്റെ ആഘോഷങ്ങൾക്കായി ഇന്നും നാളെയുമായി വത്തിക്കാനിൽ പോൾ ദ സിക്സ്ത് ഹോളിൽ ഒന്നിച്ചുകൂടുന്നത്. മാത്രമല്ല, ഇപ്പോൾ കോൺഫറൻസിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് നവീകരണ പ്രസ്ഥാനങ്ങളുടെയും മറ്റ് 3 ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും ജൂബിലി കൂടി വത്തിക്കാനിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനങ്ങൾക്ക് ഈ നവീകരണ പ്രസ്ഥാനത്തിന്റെ ആരംഭ ദിനമായ ഇന്ന് 2:30 മണിക്ക് വത്തിക്കാനിലെ സെന്റ് പോൾ ഹോളിൽ ഏകദേശം 6000-ലധികം ജനങ്ങൾ ഒന്നിച്ചുകൂടി ദൈവത്തെ ഉച്ചസ്വരത്തിൽ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, വൈകുന്നേരത്തെ ദിവബലിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഡെക്കാസ്റ്റി ഓഫ് എവാഞ്ചലിസ്റ്റ് പ്രോ പ്രീഫെക്റ്റായ ഹിസ് എമിനൻസ് ആർച്ച് ബിഷപ്പ് റിനോ ഫിസിക്കലി ആയിരിക്കും. നാളെ ശനിയാഴ്ചയും ഈ നവീകരണ പ്രസ്ഥാനത്തിന്റെ 47ാമത് കോൺവൊക്കേഷനോട് അനുബന്ധിച്ച് പോൾ ദ സിക്സ്ത് ഹോളിൽ ആരാധനയും വചന പ്രഘോഷണവും ദിവ്യബലിയും മറ്റു ശുശ്രൂഷകളും നടക്കും. അതിന്റെ കൾമിനേഷൻ എന്നോണം ജൂൺ 8-ാം തീയതി ഞായറാഴ്ച പന്തക്കുസ്ത ദിനം ഈ പ്രസ്ഥാനത്തിന്റെ സമാപന ദിവസവും ഈ ദിവസങ്ങളിൽ നടക്കുന്ന നവീകരണ പ്രസ്ഥാനത്തിന്റെയും മറ്റ് ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും ജൂബിലിയുടെ അവസാന ദിവസമായി ജൂൺ 8-ാം തീയതി വത്തിക്കാൻ സ്ക്വയറിൽ ലിയോ 14 മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ദിവ്യബലി നടക്കുന്നതായിരിക്കും. ആ ദിവ്യബലിയോടുകൂടിയാണ് ഈ ജൂബിലി സമാപിക്കുന്നത്. ഏതായാലും ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ നവീകരണ പ്രസ്ഥാനത്തിന്റെ ആപ്തവാക്യമായി അവർ സ്വീകരിച്ചിരിക്കുന്നത് പൗലോസ്ലീഹയുടെ വചനമാണ്: പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. ജൂബിലി വർഷത്തെ ആപ്തവാക്യവും പ്രത്യാശയുടേത് തന്നെയാണ്. നമുക്ക് ഈ പോൾ ദ സിക്സ്ത് ഹോളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രത്യാശിക്കുവാൻ ഒരുപാട് വകയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം യൂറോപ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പലരും പറയുമ്പോഴും അഭിപ്രായപ്പെടുമ്പോഴും കണ്ണ് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് പോൾ ദ സിക്സ്ത് ഹോളിൽ കാണാൻ സാധിച്ചത്. കരങ്ങളുയർത്തി ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ വിളിച്ച് പരിശുദ്ധാത്മാവിൽ അവർ ആനന്ദിച്ച് സ്തുതിക്കുന്ന കാഴ്ചകളാണ് കാണുവാൻ സാധിച്ചത്. നവീകരണത്തിന്റെ കാറ്റ് യൂറോപ്പിൽ ആകമാനം പടർന്ന് പന്തലിക്കുന്നതിന്റെ ഒരു ശുഭസൂചകമായ ഒരു കാഴ്ചയായി തന്നെ നമുക്കിതിനെ കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ പന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായി നടക്കുന്ന നവീകരണ പ്രസ്ഥാനങ്ങളുടെ ജൂബിലിയും നവീകരണത്തിന്റെ 47ാമത്തെ കോൺവൊക്കേഷന്റെ വാർഷിക ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ആഘോഷങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവിലൂടെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ തിരുസഭയിൽ നവീകരണത്തിന്റെ ഒരു പുതിയ തീജ്വാല ഉയരുവാൻ വേണ്ടി നമുക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വത്തിക്കാനിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോബി പോൾ.